ഹേയ്, ഞാൻ പറഞ്ഞായിരുന്നേ മീൻകറിയുടെ റെസിപ്പി തരാമെന്ന്. ഇത് ഞങ്ങളുടെ സ്വന്തം കോട്ടയത്തിൻ്റെ മീൻകറിയാണ്. നിങ്ങൾ മീൻ മുളകിട്ടതെന്ന് വിളിക്കും അല്ലേ? ഈ റെസിപ്പി അമ്മച്ചിയുടെ അടുക്കളയിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ്. ഒരു മൺചട്ടിയിൽ കൊക്കൻ ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക്, അതിനുശേഷം ഉലുവ, കറിയിലും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ച്, ചുവന്നുള്ളി ഒന്ന് ചതച്ച് ഇതിലേക്ക് ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് മുപ്പിക്കുക. ഒന്ന് പശുമാനം കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് മസാല ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 4-5 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. മുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിലേക്ക് ചേർക്കുക. ഒന്ന് മൂപ്പിക്കുക. എണ്ണ തെളിയുമ്പോൾ അതിലേക്ക് നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കുടംപുളി വെള്ളത്തോടു കൂടി ചേർക്കാം. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് മീൻ ഓരോ പീസുകളായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മീൻ ചട്ടിക്കകത്തൊന്ന് സെറ്റിലാവട്ടെ. അടച്ചു വെച്ച് വേവിക്കുക. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കറിലൂസിൻ്റെ ഒരു തണ്ടും ഇട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. മീൻ കറി എന്തിൻ്റെ കൂടെ കഴിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരും ട്രൈ ചെയ്യാം. ആൻഡ് ലെറ്റ് മീ നോ ദ ഫീഡ്ബാക്ക്. അമ്മച്ചിയുടെ അടുക്കളയിൽ നിന്ന് കിട്ടിയ കുറേ റെസിപ്പികൾ കൂടി ഇനിയുണ്ട്. ഞാനത് അപ്ലോഡ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു സോ മച്ച്.